ചെമ്മീൻ പൊളിക്കാനായിട്ട് ചെമ്മീൻ ഇങ്ങനെ പിടിക്കുക, കത്തി എടുത്ത് ഇങ്ങനെ കറക്കുക, തല പൊളിച്ചു. ഈ കാലും കളയണം, മുതുകിൻ്റെ അവിടുത്തെ ഇതും കളയണം, അതിൻ്റെ കുടലും കളയണം. കുടലിനകത്ത് ചെളിയുമാണ് കറുത്ത് കാണുന്നത്. അത് നമ്മൾ കളഞ്ഞില്ലെങ്കിൽ വയറുവേദന ഉണ്ടാക്കും. ഈ സംഭവം ഒന്നും എടുക്കരുത്, ഇതൊക്കെ അതിൻ്റെ കാലാണ്, അതൊക്കെ പറിച്ച് കളയണം. ഇത് നമ്മുടെ വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ്. ഈ ചെമ്മീനിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 15 ഉള്ളി, ഒരു പിടി വെളുത്തുള്ളി, ഒരു വലിയ പച്ചമുളക്, ഒരു 8 കാന്താരമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. വേപ്പില എടുത്തിട്ടുണ്ട്. വേപ്പില നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പോൾ 2 തണ്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി വളരെ ചെറുതാണ്. നമുക്കത് പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ നിന്ന് നടുകെ കീറുക. പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടു. എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ചട്ടി വെച്ചിരിക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് ഞാൻ നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ അച്ചാറിടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇത് കുടംപുളി ഇട്ട് ഒരിക്കലും പറ്റിക്കരുത്. കുടംപുളി ഉപയോഗിക്കാൻ പാടില്ല. കുടംപുളി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ദശയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുടംപുളി ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീൻ മുരിഞ്ഞത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അച്ചാറുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ചെമ്മീൻ അച്ചാർ, മീൻ അച്ചാർ എന്ന് ഇടുമ്പോൾ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് ഞാൻ കടുകിടുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചേക്കണം ഉള്ളി, കാന്താരമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ്. തീ വളരെ കുറച്ച് വെച്ച് മാത്രം ഉപയോഗിക്കാം. പിന്നെ ആദ്യം ചെമ്മീൻ വറുത്തതിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരുവിധം മൊരിയുമ്പോഴേക്കും നമുക്ക് വേപ്പിലിടാം. എണ്ണ പോരെന്ന് തോന്നണം. വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടില്ല. ചെമ്മീതിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് ഉപ്പിടുക, എന്നാലും കുറച്ച് കൂടിപ്പോയാലും വിനാഗിരി ഒഴിക്കുമ്പോഴേക്കും കുറഞ്ഞോളും. അപ്പോൾ ഉള്ളിയും ഇതെല്ലാം പച്ചമുളകും എല്ലാം കൂടി നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതായത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇടണം. ഇനി ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയും കൂട്ടത്തിലേക്ക് ഞാൻ ഈ ചെമ്മീനും ഇതിലേക്ക് ഇടണം. ഈ ചെമ്മീൻ തീ വളരെ കുറച്ച് വെക്കണം. ഈ ചെമ്മീൻ നമുക്കിതിലൊന്ന് പിടിപ്പിച്ചെടുക്കാം. ചെമ്മീന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നല്ലോണം ഒന്ന് യോജിച്ച് വരണം. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഈ സമയത്ത് കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം.
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അച്ചാർ പൊടിയാണ്. നമുക്ക് കടയിൽ കിട്ടുന്ന ഏത് അച്ചാർ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ അടുത്ത് ഹോം മെയ്ഡ് ആയിട്ട് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്താ 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി തന്നെ ഇതിലേക്ക് ഇടുകയാണ്. തീ വളരെ കുറച്ച് വെക്കുക. ആ അച്ചാർ പൊടിയുടെ ഒരു പച്ചമണം മാറണ വരെ മാത്രമേ നമുക്ക് ഇതിലൊന്ന് ഇളക്കാൻ പാടുള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഈ ചട്ടിയുടെ തന്നെ ആ ചൂടിൽ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരി മാത്രമാണ്, വേറെ ഒന്നും ചേർക്കാനില്ല. ഇപ്പം എല്ലാം പാകത്തിന് ചേർത്തിട്ടുണ്ട്. കുരുമുളക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കുറച്ചധികം ഇടാം. ഈ കൂട്ട് ആറിയ ശേഷം മാത്രമാണ് വിനാഗിരി ഇടുന്നത്. നമുക്കിത് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അച്ചാറിലേക്ക് വിനാഗിരി ചേർക്കണ്ടേ, ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർക്കുമ്പോഴേക്ക് ഇതിൻ്റെ ഉപ്പ് കുറഞ്ഞ് വരും. അപ്പോൾ ഓരോരുത്തരും വാങ്ങണ വിനാഗിരിക്ക് പുളിക്ക് വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ച് ഞാനിതിവിടെ 5 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. 5 സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് പുളി മുമ്പിൽ നിൽക്കുന്ന രീതിയിലാണെങ്കിൽ പിറ്റേ ദിവസം ഈ ചെമ്മീൻ ഈ വിനാഗിരി മുഴുവൻ വലിച്ചെടുക്കും. എന്തായാലും ഇത് ഒരാഴ്ച വരെ ഇരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അച്ചാറിലേക്ക് പുളി നേരിട്ടാണ് ചേർത്തേക്കുന്നത്. അത് 1/4 കിലോ ചെമ്മീനത്തിൻ്റെ അച്ചാറായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി കൂടുതലായിട്ട് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഗ്രേവി കൂട്ടിക്കിട്ടാനായിട്ട് വേറൊരു മാർഗ്ഗമുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിൽ പകുതി തിളപ്പിച്ചായിട്ട് വെള്ളം എടുക്കുക. അതേ ഗ്ലാസ്സിൽ അതേ അളവിലുള്ള ഗ്ലാസ്സിൽ തന്നെ പകുതി വിനാഗിരി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് അച്ചാറിലൊഴിക്കുക. അപ്പോൾ അച്ചാർ കേടാവുകയില്ല, അച്ചാറിന് നല്ല ഗ്രേവിയും ഉണ്ടാവും.